പർപ്പിൾ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. പട്ടം പറത്തൽ കുട്ടികളുടെ കായികവും ബൗദ്ധികവുമായ ശേഷി വർദ്ധിപ്പിക്കും. കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് IAS. സ്ഥിരമായി പട്ടം പറത്തൽ കായിക ഇനത്തിൽ ഏർപ്പെടുത്തുന്നതുകൂടി കുട്ടികളുടെയും മുതിർന്നവരുടെയും കായികവും ബൗദ്ധികവുമായ ശേഷി വർദ്ധിക്കുമെന്ന് ജില്ലാ കളക്ടർ എൻ ദേവിദാസ് IAS കൊല്ലം കൈറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ കൊല്ലം ബീച്ചിൽ നടത്തിയ കൊല്ലം കൈറ്റ് ഫെസ്റ്റ് 2024 ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. നമ്മളെ ഈ മുഖം തളച്ചിട്ടുണ്ട്. പക്ഷെ ഈ അവസരം ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ നേരത്തെ ഉണ്ടായിരുന്ന അത് പെട്ടെന്ന് ഇതിന്റെ ഒരു സംഘാടന രൂപത്തില് ഒരു നല്ല കുറെ കുട്ടികൾക്ക് ഒരു അവസരം വന്നിരിക്കുകയാണ്. സാധാരണ നിലയിൽ മിക്ക രാജ്യങ്ങളിലും വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായിട്ട് കൈറ്റ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുകയും പട്ടങ്ങളുടെ വിവിധ രൂപങ്ങൾ ഉപയോഗപ്പെടുത്തി ഏറ്റവും മനോഹരമായിട്ടുള്ള വളരെ മത്സര പട്ടം പറത്തൽ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്, വലിയ സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട്. അപ്പൊ അതിനെ വിനോദസഞ്ചാരത്തെ ആകർഷകമാക്കുന്നതിനും ഇത്തരത്തിലുള്ള വിനോദസഞ്ചാര മേഖലയിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനുമുള്ള ഒരു അവസരവും ഇത് സൃഷ്ടിക്കുന്നുണ്ട്. നമ്മൾ ഈ കാലയളവില് കാലാവസ്ഥയൊക്കെ പ്രതികൂലമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തീരം ചെറുതായി ചുരുങ്ങിയ ഒരു സാഹചര്യം. പക്ഷെ ഇപ്പോൾ വിശാലമായ മണൽ തീരമുണ്ട്. നല്ല മനോഹരമാക്കിയിട്ട് അത് ഇവിടെ സൂക്ഷിച്ചിട്ടുമുണ്ട്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ പേപ്പറുകൾ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ട് പട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഈ കാണുന്ന പട്ടങ്ങൾ പോലെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പറത്തും. പക്ഷെ ഞങ്ങളുടെ പട്ടം അധികം വലിയ ഉയരത്തില്ല. ഇതിപ്പോ വലിയ ഉയരത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇവിടുത്തെ കുട്ടികള് പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം.